അസ്സാം വലൈക്കും. പഠിച്ചോയാ അത് അലറാം എന്ന് പറഞ്ഞാൽ എത്ര അലറാം വെക്കുമെങ്കിൽ പൈസ അറിയാമെന്നില്ല. അങ്ങനെ നല്ല സൗണ്ട് കൂട്ടിയിട്ട് തന്നെയുള്ള അലറാം വെച്ചിന്. അങ്ങനെ രാവിലെ ഞാൻ സോബി നിസ്കാരം നിസ്കരിച്ചിട്ട് പകുതിയാകുമ്പോൾ മസ്റൂ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും മസ്റൂ മക്കളെല്ലാം സോബി നിസ്കാരം ഓത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ തന്നൊക്കെ ഇപ്പോൾ രാവിലെയാണ് മദ്രസ. മുമ്പെല്ലാം വൈകുന്നേരം ഇപ്പോൾ പക്ഷേ രാവിലെ ആയിട്ടുണ്ട്. 6:30 മണിയാകുമ്പോൾ മദ്രസ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ചായ വേണ്ട, പാല് മതിയായിട്ടില്ലേ, കുറച്ചൊരു അര ഗ്ലാസ് അത്ര തന്നെ അവൾ പാല് കുടിച്ചിട്ട് ഓളൊന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് മദ്രസ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കുള്ള ചായയും റെഡി ആകുന്നുണ്ട്. അപ്പോൾ അസ്രൂന് കുറച്ച് സ്ട്രോങ്ങിൽ തന്നെ വേണം ചായ ഇപ്പോൾ. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി താജ് ചായപ്പൊടി നല്ലതെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു താജ്. നല്ല സ്ട്രോങ്ങിൽ കുടിക്കുന്നവർക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുക താജിൻ്റെത്. ഇപ്പോൾ പക്ഷേ എൻ്റെ അടുത്ത് തീർന്നിട്ട് അത് മേങ്ങണം. എന്നിട്ട് കുമ്പളെ നമുക്ക് കിട്ടിയിട്ടാ നോക്കണം. കസ്റ്റോർഡാ മറ്റേ മാർജബ്രിയിലാടെ എങ്ങുണ്ടെങ്കിൽ തപ്പിയിട്ട് നോക്കണം. അങ്ങനെ ഇതാ നല്ല സ്ട്രോങ്ങിൽ. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ നോക്കുന്നവരെല്ലാം പറയുന്നുണ്ടായിന് ഇപ്പം എന്താ വീഡിയോയിൽ നീ ചായ കുടിക്കുന്ന കാണിക്കാത്ത, അത് കാണുമ്പോൾ നല്ല പാങ്ങുണ്ട് നിൻ്റെ ചായ വെക്കുന്നതും ചായ കുടിക്കുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ടായിന്. അപ്പോൾ കുറേ സൈറ്റില്ലേ ഞാൻ ട്രൈപ്പോഡ് ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് ട്രൈപ്പോഡ് മുമ്പ് ഉണ്ടാക്കിയതൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ട്രൈപ്പോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം ഞാൻ ഡൈൻമേ ലൈഫ് അങ്ങനത്തെ ഒന്നും ചെയ്യാത്തത്. അത് ഇങ്ങനെ ബ്ലറായിക്കൊണ്ടും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാങ്ങില്ലല്ലോ കാണാൻ. അപ്പോൾ ട്രൈപ്പോഡെല്ലാം മേങ്ങിയിട്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മോ ചായ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മദ്രസയിലേക്ക് റെഡി ആയിട്ട് 6:30 മണിയായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ 6:30 മണിയാകുമ്പോഴേക്കില്ല നല്ല വിളിയായിരുന്നു അറിയാം. അങ്ങനെ അസ്രൂ കൊണ്ടുവിടല എന്നിട്ട് തന്നെ അടുത്ത് തന്നെയാണ് മദ്രസ. പക്ഷെ അത് അടുത്തോളം അസ്രൂ കൊണ്ടുവിടും. പിന്നെ അതൊക്കെ ഒരു കൊച്ചി തന്നെയാണ്. അപ്പോൾ കൊണ്ടുവിടുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അസ്രൂ കൊണ്ടുപോകും. അങ്ങനെ ഇപ്പോൾ മോളെല്ലാം മദ്രസ പോയിട്ടായതിനു ശേഷം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കലാന്ന്. ഇന്ന് ബേബിയില്ലേ രാവിലെ തന്നെ എണിച്ചിട്ട് എല്ലാം കൊണ്ട് ഇത്ര പെട്ടെന്ന് എണിക്കലില്ല. പാല് കൊടുത്തങ്ങ് തന്നെ ഉറങ്ങും നമ്മൾ എണിച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ എണിച്ചിട്ട് നമുക്ക്. പക്ഷേ ഇന്ന് നല്ല തെളിഞ്ഞിട്ട് ഒന്നിച്ചിട്ട് തന്നെ വന്നിന്. എലിയിലെ കയറുന്നെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെന്താ പറയുക സംഭവം മുട്ടപ്പായാന്ന്. ഇനി എന്ത് പറയും വേറെ ഒന്നും പേരുണ്ടാന്ന് അറിയില്ല. മുട്ടൻ്റെ ഒരു കാമ്പില്ലേ അതുപോലെ ഉണ്ട്. അപ്പോൾ അസ്രീകളുണ്ട് ഇത് മറ്റേ ഔക്കാടിൻ്റെ പിന്നെ ഒരു ടേസ്റ്റ് ഔക്കാട് പോലെ ഉണ്ട്, നല്ല ചെള്ളുണ്ട് നോക്കിയിട്ട്. പക്ഷേ ഇതൊരാൾക്ക് ഇഷ്ടമില്ല ഇതിൻ്റെ സ്മെല്ല്. ജ്യൂസെല്ലാം അടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓരോരാൾക്ക് ഓരോരോ ഇഷ്ടമല്ല അല്ലേ. അപ്പോൾ നമ്മൾ നല്ല നാടൻ കടലക്കറി ഇല്ലേ, നമുക്ക് കടലക്കറി എന്നുള്ളത് കറുത്ത കടല നല്ല ഒരു കറുത്ത കടലക്ക് ഒരു വിലയില്ലല്ലായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. മുമ്പ് കറുത്ത കടല ഇഷ്ടമില്ല, വെളുത്ത കടല ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടെല്ലാം വെക്കുമ്പോൾ ഇല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് പുട്ടിനെല്ലാം. അപ്പോൾ അതിനും വേണ്ടിയിട്ടില്ല ഞാനതാ ഫസ്റ്റ് തന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടില്ലേ ജസ്റ്റ് ഒന്ന് വറുക്കുന്നുണ്ട്. വറുത്തിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ അതിനൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് തേങ്ങാപ്പാലാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ഫ്രൈ പാനിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുക്കാം. നീരുള്ളി, കറിച്ചപ്പ്, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ് എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇടാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എന്നിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സ്പൂണ് വെജ് മസാല ഇല്ലേ വെജ് മസാലയോടൊരു വീണ്ടും നല്ല പാങ്ങല ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇളക്കി കൊടുത്തിട്ടില്ലേ ഇത് നല്ല ഒരു മൊരിഞ്ഞിട്ട് വരുമ്പോഴേക്കില്ലേ നമുക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ടില്ലേ കാഷ്യൂ നട്ടെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഇങ്ങനെ ഒരു ഷെഫ് എല്ലാം ഇങ്ങനെ മോള് നല്ല ഉപ്പെല്ലാം വേറി കൊടുക്കുന്നത് അങ്ങനെ വേറി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരു ഷെഫാണോയെന്ന് ഭയങ്കര ആഗ്രഹം, വലിയൊരു ഷെഫ് ഞാൻ ഷാള നടക്കുകയെന്ന് അറിയില്ല. അപ്പോൾ അതാ കാഷ്യൂ നട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിട്ട് അതും നമ്മൾ ഈ ഫ്രൈ ആക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തിനും. അതിന് ശേഷം ഇല്ലേ ഈ ഫുള്ള് ഈ മിക്സിനെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കറുത്ത കടല നല്ല വെന്തിട്ട് നല്ല മുട്ട പോലെ ഒടിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇല്ലേ ഒരു 2 സ്പൂണ് കടലയും ഇട്ട് കൊടുക്കുക. അരക്കുമ്പോൾ തന്നെ 2 സ്പൂണ് കടലയും ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെങ്കിൽ നല്ല പേസ്റ്റായിട്ട് വരുന്നത് പറഞ്ഞാൽ സുജാത തന്നെയാണ് ഞാൻ അരക്കുന്നത്. അപ്പോൾ സുജാതനെ കുറിച്ചിട്ട് കുറേ ചോദിക്കുന്നുണ്ട്. അതിനെന്തെല്ലാം കുറേ ഡൗട്ടുണ്ട്. ഓരോരാൾക്ക് എന്തെല്ലോ ചോദിക്കുന്നത്. അപ്പം ഞാൻ ഈ മംഗലം അതിങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചായിട്ട് ബിസിയിൽ തന്നെ ആയിപ്പോയി അറിഞ്ഞാൽ. അപ്പോൾ അതാ നല്ല പങ്ങൾ തിളച്ച് വരുമ്പോൾ ഇല്ല നല്ലത് ഈ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂട്ടി കൊടുത്തിന്. ഈ ടേസ്റ്റിയായി അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണം. ട്രൈ ആക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടും. ഓക്കെ, ടേസ്റ്റ് ഉണ്ടായില്ലേന്ന്. അപ്പോൾ അതാ കറി റെഡി ആയിട്ടുണ്ട്. പുട്ടും ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉസ്താദിന് ചോറിൻ്റെ ഓർഡർ തന്നെ ഉണ്ടായിന്. 3 നേരമുണ്ട്. മുമ്പല്ല 2 നേരമായിന് ഉസ്താക്ക്. പക്ഷെ ഇപ്പം 3 നേരമുണ്ട്. ഉസ്താദ് രാവിലെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഉസ്താദാണ്. അപ്പോൾ ഉസ്താദുള്ള കടലക്കറി റെഡിയാക്കിയതിന് ശേഷം ഇല്ലേ പുട്ടും ഞാൻ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചായയും കൂട്ടുന്നുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ഇടാതെല്ലാം കുറേ ദിവസമായില്ലേ. അപ്പോൾ പറയും നിങ്ങളെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ പറയാം വാങ്ങും. അങ്ങനെ വെക്കേഷൻ ആയിട്ടില്ലേ, വെക്കേഷൻ എല്ലാം ബിസിയിൽ തന്നെ പോയി അറിഞ്ഞ മംഗലം വിരുന്ന് പിന്നെ ഫങ്ഷന് ടൂറ് അങ്ങനെ ഇങ്ങനെ എന്നിട്ടില്ലേ 2 മാസം പോയതറിഞ്ഞിട്ടില്ലല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു സ്കൂൾ തുറക്കാനും മദ്രസ തുറന്ന് സ്കൂളായി പിന്നെ ഇനി അജി പെരുന്നാളായി അല്ലേ, എല്ലാം ബിസീൻ്റെ നാളുകളാണ്. അപ്പോൾ എൻ്റെ മോനിന് SLC ആണെന്ന് ഞാൻ മോനോട് പറയുന്നുണ്ട് കളിയും ചിരിയും എല്ലാം മാറ്റി വെച്ചിട്ട് ഇനി പഠിത്തത്തിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കണമെന്നല്ല പറയുന്നുണ്ട്. ഇത് അതിലിട്ടില്ല എന്നുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ അതിനെ ഓനെ എടുത്തിട്ട് കുമ്പളയിലിടുന്നുണ്ട്. ഗവൺമെൻറ് അല്ലേ, അങ്ങനെ SLCയിൽ ഇടണമെന്നുണ്ട്. ഞാൻ പോയിട്ടെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിഷയം പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ നല്ല ചൂട് കടലക്കറിയും ചായയും പുട്ടെല്ലാം റെഡി ആയിന്. അപ്പോൾ അസ്രക്ക് മീൻ കറിയാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ രാത്രിക്കത്തെ മീൻ കറി നല്ല ചൂടാക്കിയിട്ട് എടുത്തിന് മക്കളെയും പിള്ളെല്ലാം വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ടായതിന് ശേഷം ഇല്ലേ ഓരോ മിന്നുൻ്റെയും തന്നുൻ്റെയും സ്കൂളിലേക്കെല്ലാം പോകാനുണ്ട്. ബുക്സ് എല്ലാം കൊണ്ട് വാങ്ങാനും യൂണിഫോം കഴിഞ്ഞോറി സ്റ്റിച്ച് ആക്കിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ യൂണിഫോം വാങ്ങാൻ എല്ലാം ഉണ്ട് പണി. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് ഓർഡർ ഉണ്ടായിട്ട് ഉസ്താദിൻ്റെ മാത്രം ഉണ്ടായിന്. അപ്പോൾ ഈ ഓർഡർ ഇല്ലാതപ്പോൾ ഓർഡർ ഉണ്ടെങ്കിലും നമ്മൾ പുറത്ത് പോകും, ഇല്ലെങ്കിലും ഇടയിലിടയിലൊന്ന് പുറത്ത് പോകലുണ്ട്. അതെ അങ്ങനെ മാപ്പിളയും മക്കളും ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പുട്ടാൾ 2-3 ബാക്കിയുണ്ട്. അതൊന്ന് ആയിട്ട് തന്നെ ഇരിക്കാറ്റില്ലേ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക്. ഓരെല്ലാം നല്ല വാങ്ങല കഴിക്കുമ്പോൾ നമുക്ക് നമ്മളെന്ത് ഒരു വീട്ടമ്മമാർക്ക് ഒരു സമാധാനം അല്ലേ. തന്നുവെല്ലാം ഇങ്ങനെ അഭിപ്രായം പറയുന്നു കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ട്, കറുത്ത കടലക്കറി ആയിട്ട് നല്ല കറുത്ത കടല തന്നെ അതിന് പേര് വിളിക്കുന്ന പറഞ്ഞാൽ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു ഫുഡൊക്കെ ബേനയാന്നില്ലേ അങ്ങനെ ആന്നില്ലേ ഇങ്ങനെ ആന്നില്ലേ ടൈം കിട്ടുന്ന എന്തെല്ലോ കുറേ ആൾക്ക് കുറേ ഡൗട്ടുണ്ട് എന്നോട് ചോദിക്കാൻ. അതന്നെ എന്നോട് ചോദിക്കാൻ എന്തെല്ലോ ഉണ്ട്. ഓരോരാളത് ചോദിക്കുന്നു, ഒരാൾക്ക് ചോദിക്കാനൊരു ചമ്മലുണ്ട്. അപ്പോൾ അല്ലേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടത്തോടെ ചെയ്യാൻ അത്ര മടിയാവോ ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം എന്നല്ല ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് പണ്ടേ ഇഷ്ടം. ഞാൻ കഴിക്കുന്നതിനേക്കാളും ഇല്ലേ ഞങ്ങൾക്ക് മറ്റുള്ള ആളെ കഴിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് നല്ല ലൈക്ക് അങ്ങനെ നമുക്ക് നല്ലൊരു സമാധാനമാണ് എനിക്കറിഞ്ഞാൽ. അപ്പോൾ അസ്രുവിന് നിർബന്ധമാണ് ഫുഡ് കഴിച്ചോറ് പെട്ടെന്ന് കഴിച്ചെടുക്കണമെന്ന്. അങ്ങനെ തന്നും മിന്നും അതെല്ലാവരും ഓരോരോ പ്ലേറ്റ് കഴിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഇതായിട്ട് സ്വഭാവമായിട്ട് ഞങ്ങൾക്ക് തോന്നിയെന്ന് ഞാൻ. അസ്രു പറയുന്നുണ്ട് എത്ര ഇനി പഠിച്ചിട്ട് വലിയ ആളായിട്ടുണ്ടാവും കുറേ കൊല്ലം കഴിയുമ്പോൾ, എന്നാലും ഞമ്മ തിന്ന പ്ലേറ്റ് നമ്മ തന്നെ കഴുകണം. അത് ആണ് പെണ്ണ് എന്നിട്ട് വേറെ ഇല്ല ആരായും കഴുകണമെന്ന് വെച്ചിട്ട് മക്കൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഉമ്മാനെന്നെ കിച്ചണിലൊക്കെ അങ്ങനെയല്ല ഉമ്മാൻ്റെ ഹെൽപ്പാക്കണം കൂടണം എന്ന് വെച്ചിട്ട് മാഷാഅല്ലാ. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് പോയതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഞാനൊന്ന് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ എന്നിട്ട് പിസ്യം പറഞ്ഞുകൊണ്ടുണ്ട്. എനിക്ക് പിന്നെ പിസ്യം പറഞ്ഞാൽ കുറച്ച് കൂടുതൽ തന്നെ എൻ്റെ വീഡിയോസ് നോക്കുന്നവർക്കെല്ലാം അറിയാം അല്ലേ. എനിക്കിങ്ങനെ മുണ്ടാണ്ടിരിക്കുമ്പോൾ ഒരു ഇതാണ് വിഷം പറഞ്ഞുകൊണ്ടും ഇങ്ങനെ പണിയെടുത്തുകൊണ്ടും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിഷ്ടം. പിന്നെന്ത് നിങ്ങളെ വിശേഷമെല്ലാം നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ കഴിയുന്നുണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെയല്ലേ നമ്മളെ യൂട്യൂബ് ഇങ്ങനെ താണോട് പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ നമ്മളില്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിൽ കഴിഞ്ഞത്ര ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ട് നിൽക്കണം വീഡിയോസെല്ലാം. അപ്പോൾ കുറേ എനിക്ക് സൗണ്ട് ഉണ്ടായിട്ടാലോ നിങ്ങൾക്കെല്ലാം അറിയാലോ. സൗണ്ട് ഇല്ലാത്തതുകൊണ്ടില്ലേ ഒരു 10 മിനിറ്റ് മണിക്കൂറിൽ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രഷർ കൊടുക്കേണ്ടി വരുന്നു. തൊണ്ട നല്ല ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് തന്നെ ഇട്ടുകൊണ്ടതിന്. പക്ഷേ അത് ഷോർട്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഷോർട്സ് ഇങ്ങനെ കയറുന്നുണ്ട്. പക്ഷേ വീഡിയോ ഒക്കെ ഭയങ്കര കുറവാണ് വ്യൂസ്. ഇപ്പോൾ വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത് നമുക്ക് നോക്കുമ്പോൾക്ക്. അപ്പോൾ ഇൻഷാ അല്ലാ ട്രൈപോഡെല്ലാം മെയിൻ നല്ല സെറ്റായി നല്ല അടിപൊളി ട്രൈപോഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ട്രൈപോഡ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ ഡെയിലി ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ബ്ലറാകുമ്പോൾക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾക്ക് ഇതാകുമ്പോൾ അതൊരു കാണാനൊരു മജയില്ല. നമ്മളെ വീഡിയോ പിന്നെ ആരും നോക്കുമ്പോഴൊക്കെ ഒരു പങ്ങില്ല അങ്ങനെ ആവും. അപ്പോൾ നമ്മൾ നല്ല സ്റ്റാൻഡിൽ തന്നെ വെച്ചിട്ട് തന്നെ എടുക്കുമ്പോഴൊക്കെ നല്ലൊരു മജയാണ് അല്ലേ. ഓരോ വീഡിയോസിലെല്ലാം കാണുന്നില്ലേ. അങ്ങനെ എൻ്റെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് പാത്രമെല്ലാം ക്ലീൻ ആക്കിയിട്ട് അതിന് ശേഷം മുറ്റടിച്ചിട്ടും വന്നു. പിന്നെ ഒന്ന് അടിക്കാനും തുടക്കാനും ക്ലീൻ ആക്കാനും ഉണ്ട്. അപ്പോൾ കാര്യമായിട്ട് ഓർഡർ ഇല്ലാത്തതുകൊണ്ട് കിച്ചണിലൊക്കെ കുറേ നേരം നിൽക്കേണ്ടി വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഈ ഒരു സംഭവം നിങ്ങൾ നേരെ നോക്കാവേ
ഒരു ആഴ്ച ഒന്നുമല്ല, ഒരു 10-15 ദിവസം മംഗലത്തിന് മുമ്പുള്ള ഡ്രസ്സ് ഫുള്ളുണ്ട്, മംഗലം കഴിഞ്ഞതിന് ശേഷമുള്ളതും ഉണ്ട്. അപ്പോൾ എല്ലാം മുകളിലിട്ടിട്ടില്ലേ, അവിടെ തന്നെ എടുക്കുന്ന ടേബിളിലിടുന്നു, ബൈലോട്ട് എടുക്കുന്ന ടേബിളിലിടുന്നു, അങ്ങനെ ആയിക്കൊണ്ടതിന്. അപ്പം ഞാൻ മക്കളോട് ചില എല്ലാവരും നമ്മൾ ഒന്നിച്ച് മടക്കാൻ നിൽക്കില്ലേ, എല്ലാവരും ഒന്നിച്ചിട്ട് മടിക്കാൻ, ഞാൻ മാത്രമല്ല മക്കളും എല്ലാവരും കൂടി നമ്മൾ മടക്കിയിട്ട് കൊണ്ടുവച്ചതാണ്. അങ്ങനെ അടിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. തുടച്ചിട്ടെല്ലാം ആയിട്ടാകുമ്പോൾ ഇടയിൽ ബേബി ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിന്. അപ്പം മെല്ലെ ഞാൻ അവനെ ഉറക്കിയിട്ടായിട്ടാണ് ബാക്കിയുള്ള പണിക്ക് വന്നത്. അപ്പോൾ ഇടയിലൊന്ന് എണിച്ചിട്ട് ഞാൻ മെല്ലെ അവിടെ തന്നെ വെയിലോട്ടൊന്ന് ആട്ടി കൊടുക്കുന്നുണ്ട് അവിടേക്ക് തന്നെ. ഇല്ലെങ്കിൽ എണിച്ചെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിൽ തന്നെ പിടിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഡ്രസ്സെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിന്. അങ്ങനെ വേഗം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമല്ലേ ഞാൻ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിന്. അവരുടെ ബുക്സും എല്ലാം കാര്യങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സംഭവം എന്താ പറയുക, എന്നെ സ്കൂളിലേക്ക് വെച്ചിട്ട് അസ്രു ചിക്കനെല്ലാം വാങ്ങാൻ പോയിട്ടുണ്ടായിന്. ഉച്ചക്ക് ഉസ്താക്ക് ചോറുള്ളതാണ്ട്, അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അസ്രു കുമ്പള പോയി ടൗണിൽ പോയിട്ട് വന്നിട്ടായിട്ടില്ലേ, അവിടെ കുറേ ഇന്നത്തെ ഒരു തിരക്കുണ്ടായിന്, തുറക്കാനായില്ലേ ക്ലാസ്. അപ്പോൾ അഡ്മിഷനും ബുക്സ് കൊടുക്കലും അങ്ങനെ എല്ലാ സംഭവം കുറേ വെയിറ്റ് ആക്കിയടാ. ഏകദേശം 1 മണിക്കൂർ വരെ ഞാൻ ഇങ്ങനെ അവിടെ വെയിറ്റ് ആക്കി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓറ് കഴിഞ്ഞിട്ട് തന്നെ പോകാൻ ഇങ്ങനെ നിർത്തി. പക്ഷെ എനിക്ക് ഉസ്താദിനുള്ള ടൈമും ആയി, 12:30 ബാങ്കും കൊടുത്തു. പിന്നെ ഞാൻ ആകെ പഠിച്ചതിന് ലേറ്റായെങ്കിൽ ഉസ്താദ് കൊടുക്കാൻ കാലല്ലേ, പെട്ടെന്ന് ഞാൻ പകുതി തന്നെ വന്നതാണ്. അപ്പോൾ നാളെ പോയിട്ട് ഫുള്ള് ബുക്സ് എല്ലാം വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും വാങ്ങാൻ മറക്കണ്ട. അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ കുറച്ച് താണോട് പോയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാം ഒന്ന് ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് മുകളിലേക്ക് പോകത്ര. അപ്പോൾ എല്ലാവരും വീഡിയോ നോക്കിയിട്ടില്ലേ നിങ്ങൾ ലൈക്കും കമൻ്റ് എല്ലാം ഇടണവേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എന്തെന്നോട് ചോദിക്കാനുള്ളത്, എന്ത് പറയാനുള്ളത് എല്ലാ വീഡിയോയിൽ പറയാവേ. കമൻ്റ് ആയിട്ടിടും. ഓക്കെ, അപ്പോൾ ആ കമൻറ്റ് നിറച്ച് കാണുമ്പോഴേക്കില്ല നമുക്ക് വീഡിയോ ചെയ്യാനും വയലോട്ട് റെസിപ്പി കാണിക്കാനും എല്ലാം ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ദിവസം ഒരു പൊൽസിൻ്റെ ഡേ ആയിരുന്നു. അറിയാം, മംഗലം അസുറ് വന്നത്, പെരുന്ന കഴിഞ്ഞത്, നോമ്പ് കഴിഞ്ഞത്, പെരുന്നാൻ്റെ ഓർഡറും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ നല്ല പൊൽസിൻ്റെ ഡേ ആണ്. പക്ഷേ ഇനിയിപ്പോൾ മറ്റന്നാ ഇൻഷാല്ലാ അസുറ് പോകാനല്ലായി. ഇനി ഒരു കിരക്കര ബോറാണ് ഡേ ആണ്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.